+1 സുവോളജിയിലെ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ തന്നിരിക്കുന്നത്. എല്ലാവരും ഫുൾ വീഡിയോ കണ്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക. സുനൂസ് ബയോസ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യൂ, എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്തട്ടെ. ഫുൾ മാർക്ക് വാങ്ങാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യം ഫോക്കസ് ഏരിയ നോക്കാം. ഫസ്റ്റ് വൺ, ന്യൂറോൺ ആസ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ന്യൂറൽ സിസ്റ്റം. സെക്കൻഡ് വൺ, ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. തേർഡ്, ഫോർബ്രെയിൻ. ഫോർബ്രെയിനിൽ ഉൾപ്പെടുന്നത് കോർപ്പസ് കലോസം, ഹൈപ്പോതലാമസ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. നെക്സ്റ്റ്, മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിനിൽ വരുന്നത് കോർപ്പോറ ക്വാഡ്രിജെമിന. നെക്സ്റ്റ്, ഹൈൻഡ് ബ്രെയിൻ ആണ് വരുന്നത്. അടുത്തത് റിഫ്ലക്സ് ആക്ഷൻ ആൻഡ് റിഫ്ലക്സ് ആർക്ക്. പിന്നീട് parts of an eye, and the last one, the ear structure, especially structure of the ear is mentioned here. Now we are going to first question. Name the structural and functional unit of neural system. Answer is neuron or nerve cell. Second question, what are the parts of neuron? There are three parts for neuron. First one, cell body or cyton. Second one, dendrites. Third one, axon. Third question, mention the structure of cell body or cyton. Cyton contains cytoplasm, nucleus and cell organelles. Cytoplasm contains granular bodies called Nissel's granules. Cyton അല്ലെങ്കിൽ കോശശരീരത്തിൽ കോശദ്രവ്യം, കോശാംഗങ്ങൾ, മർമ്മം, നിസൽ തരികൾ എന്നറിയപ്പെടുന്ന പ്രത്യേക തരികൾ എന്നിവ കാണപ്പെടുന്നു. Question number 4. What are dendrites? What is their function? Dendrites are short fibers which project out of the cell body. They contain Nissel's granules. They transmit impulses towards the cell body. കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ശാഖകളോട് കൂടിയ ചെറിയ തന്തുക്കളെ ഡെൻഡ്രൈറ്റുകൾ എന്നറിയപ്പെടുന്നു. ഇവയിലും നിസൽ തരികൾ കാണപ്പെടുന്നുണ്ട്. ഡെൻഡ്രൈറ്റുകൾ കോശശരീരത്തിലേക്ക് ആവേഗങ്ങളെ അല്ലെങ്കിൽ ഇമ്പൾസസിനെ എത്തിക്കുന്നു. Question number 5. What is axon? Axons are long fibers, the distal end of which is branched. Each branch of an axon terminates as a bulb-like structure called synaptic knob. Synaptic knob possess synaptic vesicles containing chemicals called neurotransmitters. കോശശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ഇതിൻ്റെ അകലെയുള്ള അഗ്രഭാഗം ശാഖകളായി പിരിഞ്ഞിരിക്കുന്നു. ശാഖ അഗ്രങ്ങളിൽ കാണപ്പെടുന്ന മുഴ പോലുള്ള ഭാഗങ്ങൾ സിനാപ്റ്റിക മുഴകൾ എന്നറിയപ്പെടുന്നു. ഇവയിലെ സിനാപ്റ്റിക അറകളിൽ നാഡീയ പ്രേഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നറിയപ്പെടുന്ന രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. Sixth question. What is the function of axon? Axons transmit nerve impulses away from the cell body to a synapse or neuromuscular junction. ആക്സോണുകൾ കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ സിനാപ്സിലേക്കോ നാഡി പേശി സന്ധിയിലേക്കോ, അതായത് നാഡിയും പേശിയും ചേരുന്ന ഭാഗം അവിടേക്ക് എത്തിക്കുന്നു. Question number 7. What is nerve fiber? Axon or dendrite covered with one or two sheaths is called a nerve fiber. A nerve fiber may consist of two layers, Neurilemma and myelin sheath. ഒന്നോ രണ്ടോ ആവരണങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ആക്സോണിനെയോ ഡെൻഡ്രൈറ്റിനെയോ നെർവ് ഫൈബർ എന്ന് വിളിക്കുന്നു. ഒരു നെർവ് ഫൈബറിൽ രണ്ട് ആവരണങ്ങൾ കാണപ്പെടുന്നു. ആദ്യത്തേത് ന്യൂറിലെമ്മ, രണ്ടാമത്തേത് മൈലിൻ ഷീത്ത് അല്ലെങ്കിൽ മൈലിൻ ഉറ. എയ്ത്ത് ക്വസ്റ്റ്യൻ, നെയിം ദ മെംബ്രെയിൻ ദാറ്റ് സറൗണ്ട്സ് നെർവ് ഫൈബർ. ന്യൂറിലെമ്മ. ക്വസ്റ്റ്യൻ നമ്പർ 9. ന്യൂറിലെമ്മ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ് കോൾഡ് ഡാഷ്. ആൻസർ ഈസ് ഷ്വാൻ സെൽസ്. മൈലിൻ ഉള്ള നാഡീതന്തുക്കളെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഷ്വാൻ കോശങ്ങൾ ആക്സോണിന് ചുറ്റും മൈലിൻ ഉറയായി രൂപപ്പെടുന്നു. Question number 10. Name the secondary sheath of nerve fiber produced from Schwann cells. Answer is myelin sheath. Question 11. The gaps between two adjacent myelin sheath are called dash. Nodes of Ranvier. മൈലിൻ ഉറയിൽ ഇടയ്ക്കിടയ്ക്ക് കാണപ്പെടുന്ന വിടവുകളെ നോഡ്സ് ഓഫ് റാൻവിയർ എന്ന് പറയുന്നു. Distinguish between Neurilemma and myelin sheath. Neurilemma is a continuous membrane around the entire length of the axon. ആക്സോണിന്
മുഴുവനായി പൊതിഞ്ഞിരിക്കുന്ന സ്ഥലത്തെ പറയുന്ന പേരാണ് ന്യൂറിലെമ്മ. Whereas myelin sheath is a secondary sheath produced from schwann cells. It is discontinuous sheath. It is absent in the nodes of Ranvier. schwann കോശങ്ങൾ ആക്സോണിന് ചുറ്റും മൈലിൻ ഉറയായി രൂപപ്പെടുന്നു. മൈലിൻ ഉറയിൽ ഇടയ്ക്കിടയ്ക്ക് കാണപ്പെടുന്ന വിടവുകളെ നോഡ്സ് ഓഫ് റാൻവിയർ എന്ന് പറയുന്നു. മൈലിൻ ഉറ ഒരു തുടർച്ചയല്ലാത്ത അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ഷീത്തായി കാണപ്പെടുന്നു. Question number 13. What are the two types of nerve fibers or axons? There are two types of nerve fibers, myelinated nerve fiber and non-myelinated nerve fiber. മൈലിൻ ആവരണമുള്ള ആക്സോണുകൾ, മൈലിൻ ആവരണമില്ലാത്ത ആക്സോണുകൾ എന്നിങ്ങനെ ആക്സോണുകൾ രണ്ട് തരത്തിലുണ്ട്. Question number 14. Distinguish between myelinated nerve fiber and non-myelinated nerve fiber. Myelinated nerve fiber is having myelin sheath inner to Neurilemma. Myelinated nerve fibers are found in the spinal cord and cranial nerves. മൈലിൻ ഉള്ള നാഡീതന്തുക്കളെ പൊതിഞ്ഞു കാണപ്പെടുന്ന ശ്വാൻ കോശങ്ങൾ ആക്സോണിന് ചുറ്റും മൈലിൻ ഉറയായി രൂപപ്പെടുന്നു. മൈലിൻ ഉറയിൽ ഇടയ്ക്കിടയ്ക്ക് കാണപ്പെടുന്ന വിടവുകളെ നോഡ്സ് ഓഫ് റാൻവിയർ എന്ന് പറയുന്നു. മൈലിൻ ഉള്ള നാഡീതന്തുക്കൾ സുഷുപ്ന നാഡികളിലും മസ്തിഷ്ക നാഡികളിലും കാണപ്പെടുന്നു. Non-myelinated nerve fibers are having no myelin sheath inner to the Neurilemma. They are found in autonomous nervous system and somatic neural system. ചില നാഡീതന്തുക്കളിൽ ഷാൻ കോശങ്ങൾ ആക്സോണിന് ചുറ്റും മൈലിൻ ഉറയായി രൂപപ്പെടുന്നില്ല. അതിനാൽ ഇവ മൈലിൻ ഇല്ലാത്ത നാഡീതന്തുക്കളാണ്. ഉദാഹരണത്തിന് സ്വതന്ത്ര നാഡീവ്യവസ്ഥയിലും സൊമാറ്റിക് നാഡീവ്യവസ്ഥയിലും മൈലിൻ ഇല്ലാത്ത നാഡീതന്തുക്കളാണ് അടങ്ങിയിരിക്കുന്നത്. 15th question. What are the different types of neurons? There are 3 types of neurons based on the numbers of axon and dendrites. First one multipolar neuron, second one bipolar neuron, third one unipolar neuron. ആക്സോണുകളുടെയും ഡെൻഡ്രൈറ്റുകളുടെയും എണ്ണത്തെ അടിസ്ഥാനമാക്കി നാഡീകോശങ്ങളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. 1. ബഹുധ്രുവീയ നാഡീകോശങ്ങൾ മൾട്ടിപോളാർ ന്യൂറോൺസ്. 2. ദ്വിധ്രുവീയ നാഡീകോശങ്ങൾ ബൈപോളാർ ന്യൂറോൺസ്. 3. ഏകധ്രുവീയ നാഡീകോശങ്ങൾ യൂണിപോളാർ ന്യൂറോൺസ്. Question number 16. Distinguish multipolar neuron, bipolar neuron and unipolar neuron. Multipolar neuron has one axon and 2 or more dendrites. It is found in cerebral cortex. ഒരു ആക്സോണും 2 അതിലധികമോ ഡെൻഡ്രൈറ്റുകളും ഉള്ളവയാണ് ബഹുധ്രുവീയ നാഡീകോശങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപോളാർ ന്യൂറോൺസ്. ഇവ കൂടുതലായും സെറിബ്രൽ കോർട്ടക്സിൽ കാണപ്പെടുന്നു. Bipolar neuron has one axon and one dendrite. Example, neurons in the retina of the eye. ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും മാത്രമുള്ള നാഡീകോശങ്ങളെ ദ്വിധ്രുവീയ നാഡീകോശങ്ങൾ അല്ലെങ്കിൽ ബൈപോളാർ ന്യൂറോൺസ് എന്ന് പറയുന്നു. കണ്ണിലെ ദൃഷ്ടിപടലത്തിൽ ഇവ കാണപ്പെടുന്നു. Unipolar neuron has only one axon in their cell body. Dendrites are absent. It is found in the embryonic stage. കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു ആക്സോൺ മാത്രമുള്ള നാഡീകോശങ്ങളെ ഏകധ്രുവീയ നാഡീകോശങ്ങൾ അല്ലെങ്കിൽ യൂണിപോളാർ ന്യൂറോൺസ് എന്ന് പറയുന്നു. ഇവ ഭ്രൂണാവസ്ഥയിൽ കാണപ്പെടുന്നു. ഇനി നമുക്ക് അടുത്ത ഫോക്കസ് ഏരിയ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് പഠിക്കാം. Question number 17. The junction between two neurons is called dash. Answer is synapse. സിനാപ്സുകൾ എന്നറിയപ്പെടുന്ന സന്ധികളിലൂടെ നാഡീയ ആവേഗം ഒരു നാഡീകോശത്തിൽ നിന്ന് മറ്റൊരു നാഡീകോശത്തിലേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്നു. Question number 18. Where can we see synapses? Synapses are formed between the axon terminals of one neuron and the dendrites, cell body, or even axon of another neuron. ഒരു ന്യൂറോണിൻ്റെ ആക്സോൺ ടെർമിനലും രണ്ടാമത്തെ ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റുമായോ സെൽ ബോഡിയുമായിട്ടോ അല്ലെങ്കിൽ ആക്സോണുമായിട്ടോ കൂടിച്ചേരുന്ന ഭാഗമാണ്
സിനാപ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 19. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. The neuron that brings the impulse to the synapse is called presynaptic neuron, whereas the neuron which carries the impulse away from the synapse is called postsynaptic neuron. നാഡീയ ആവേഗങ്ങളെ സിനാപ്സിലേക്ക് കൊണ്ടുവരുന്ന ന്യൂറോണുകളെ പ്രീസിനാപ്റ്റിക് ന്യൂറോണുകൾ എന്ന് വിളിക്കുന്നു. എന്നാൽ നാഡീയ ആവേഗങ്ങളെ സിനാപ്സിൽ നിന്നും കൊണ്ടുപോകുന്ന ന്യൂറോണുകളെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണുകൾ എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ഫ്ലൂയിഡ് ഫിൽഡ് ഗ്യാപ്പ് ഫോംഡ് ബിറ്റ്വീൻ ദ മെംബ്രെയിൻസ് ഓഫ് പ്രീസിനാപ്റ്റിക് ന്യൂറോൺസ് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ്. ആൻസർ ഈസ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് അല്ലെങ്കിൽ സിനാപ്റ്റിക വിടവ് എന്ന് പറയും. ക്വസ്റ്റ്യൻ നമ്പർ 21. വാട്ട് ഈസ് സിനാപ്റ്റിക് നോബ്? ദ ആക്സോൺ ടെർമിനൽസ് ഓഫ് presynaptic neuron end in a knob-like structure called synaptic knob. Question number 22. Give reason for the following statement. Impulse travels faster in the central nervous system than in the peripheral nervous system. Answer is, the neurons of central nervous system are myelinated. So, the impulses travels faster in central nervous system than in peripheral nervous system. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ മൈലിൻ ഉറ ഉള്ള നാഡീകോശങ്ങളാണ് കാണപ്പെടുന്നത്. ഇത് ആവേഗങ്ങളെ വളരെ വേഗത്തിൽ പ്രേഷണം ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 23. വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് സിനാപ്സസ്? ഇലക്ട്രിക്കൽ സിനാപ്സ് ആൻഡ് കെമിക്കൽ സിനാപ്സ്. വൈദ്യുത സിനാപ്സുകളും രാസീയ സിനാപ്സുകളും. ക്വസ്റ്റ്യൻ നമ്പർ 24. Two types of synapses are given in the diagram A and B. Question A. Identify A and B. B. Impulse transmission in B is faster than that of A. Give reason. C. Name the chemical substance that helps in the transmission of impulses in A. Answer A. Diagram A is chemical synapse and B is electrical synapse. ആൻസർ ഫോർ ബി നോക്കാം. എന്തുകൊണ്ടാണ് ഇലക്ട്രിക്കൽ സിനാപ്സിൽ ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഫാസ്റ്റർ ആയിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഇൻ ഇലക്ട്രിക്കൽ സിനാപ്സ് ദ മെംബ്രെയിൻസ് ഓഫ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ആർ ഇൻ വെരി ക്ലോസ് പ്രോക്സിമിറ്റി, സോ ദ ഇമ്പൾസ് മൂവ്സ് ഫാസ്റ്റർ ഇൻ ആൻ ഇലക്ട്രിക്കൽ സിനാപ്സ്. വൈദ്യുത സിനാപ്സുകളിൽ സിനാപ്റ്റിക പൂർവ സിനാപ്റ്റിക അനന്തര നാഡീകോശങ്ങളുടെ സ്തരങ്ങൾ വളരെ ചേർന്ന് കാണപ്പെടുന്നു. പ്രീ സിനാപ്റ്റിക് ന്യൂറോണിനെ സിനാപ്റ്റിക പൂർവ്വ ന്യൂറോൺ എന്ന് പറയുന്നു. പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിനെ സിനാപ്റ്റിക അനന്തര നാഡീകോശങ്ങൾ എന്ന് പറയുന്നു. അതായത് സിനാപ്റ്റിക പൂർവ്വ നാഡീകോശങ്ങളും സിനാപ്റ്റിക അനന്തര നാഡീകോശങ്ങളുടെയും സ്തരങ്ങൾ വളരെ ചേർന്ന് കാണപ്പെടുന്നു. വൈദ്യുത ആവേഗങ്ങൾ ഒരു നാഡീകോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ഈ സിനാപ്സുകളിലൂടെ നേരിട്ട് പ്രവഹിക്കുന്നു. അതിനാൽ വൈദ്യുത സിനാപ്സുകളിൽ കൂടിയുള്ള ആവേഗങ്ങളുടെ പ്രേഷണം വളരെ വേഗത്തിൽ നടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ സി. കെമിക്കൽ സിനാപ്സിൽ ഇമ്പൾസ് ട്രാൻസ്മിഷന് സഹായിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണെന്നാണ്. ആൻസർ ഈസ് അസറ്റൈൽ കോളിൻ. ഇറ്റ് ഈസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ. മറ്റൊന്നുകൂടിയുണ്ട്, അത് അഡ്രീനാലിനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 25. റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് പാർട്സ് 1 and 4. ലേബൽ ദ പാർട്സ് 1 and 3 in the following figure showing a synapse. No need to copy the picture. ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഡയഗ്രാം സിനാപ്സിൻ്റെയാണ്. അതിലെ ഫസ്റ്റ് വൺ ലേബലിംഗ് ആക്സോൺ. ഇറ്റ്സ് ഫങ്ഷൻ ട്രാൻസ്മിറ്റ് നെർവ് ഇമ്പൾസ് എവേ ഫ്രം ന്യൂറോൺ. Labeling 2 is synaptic vesicle, 3 is synaptic cleft, 4th one is neurotransmitter. Neurotransmitter is responsible for the transmission of nerve impulse across the synapse. Question number 26. Observe the diagram and construct a flow chart to show the mechanism of transmission of nerve impulse across a chemical synapse. Look at the diagram carefully. നമുക്ക് ആൻസർ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇമ്പൾസ് റീച്ച് അറ്റ് സിനാപ്റ്റിക് ടെർമിനൽ. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് സിനാപ്റ്റിക് വെസിക്കിൾ മൂവ് ടു
presynaptic membrane where they fuse with the plasma membrane and release their neurotransmitters like acetylcholine in the synaptic cleft. Third step is the released neurotransmitters bind to their specific receptors present on the postsynaptic membrane and action potential generated. അതായത് ആവേഗം പ്രവർത്തനശേഷി ആക്സോണിൻ്റെ അഗ്രഭാഗത്ത് എത്തുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് സിനാപ്റ്റിക് അറകൾ അല്ലെങ്കിൽ സിനാപ്റ്റിക് വെസിക്കിൾ സ്തരത്തിനടുത്തേക്ക് നീങ്ങുകയും പ്ലാസ്മ സ്തരത്തോട് കൂടിച്ചേരുകയും സിനാപ്റ്റിക് വിടവിലേക്ക് സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് നാഡീയ പ്രേഷകങ്ങളെ സ്രവിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സ്രവിപ്പിക്കപ്പെട്ട നാഡീയ പ്രേഷകങ്ങൾ സിനാപ്റ്റിക അനന്തര പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറയും. സിനാപ്റ്റിക അനന്തര നാഡീകോശസ്തരത്തിലുള്ള പ്രത്യേക ഗ്രാഹികളുമായി പ്രത്യേക റെസപ്റ്റേഴ്സുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. ഈ ബന്ധനത്തിൻ്റെ ഫലമായി സിനാപ്റ്റിക അനന്തര നാഡീകോശങ്ങളിൽ പുതിയ പ്രവർത്തനശേഷി അല്ലെങ്കിൽ ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പാകത്തിൽ അയോണുകളെ കടത്തിവിടുന്നതിനായി അയോൺ പാതകൾ തുറക്കപ്പെടുന്നു. Question number 27. Distinguish between electrical synapse and chemical synapse. Let us see first electrical synapse. At the electrical synapse, the membranes of presynaptic neuron and postsynaptic neuron are in very close proximity. വൈദ്യുത സിനാപ്സുകളിൽ സിനാപ്റ്റിക പൂർവ്വ സിനാപ്റ്റികാനന്തര നാഡീകോശങ്ങളുടെ സ്തരങ്ങൾ വളരെ ചേർന്ന് കാണപ്പെടുന്നു. Second point, electrical current can flow directly from one neuron to the other across the synapse. വൈദ്യുത ആവേഗങ്ങൾ ഒരു നാഡീകോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഈ സിനാപ്സുകളിലൂടെ നേരിട്ട് പ്രവഹിക്കുന്നു. Third point, impulse transmission across electrical synapses is very similar to conduction of impulse along a single axon. വൈദ്യുത സിനാപ്സുകളിൽ കൂടിയുള്ള ആവേഗങ്ങളുടെ പ്രേഷണം ഒരൊറ്റ ആക്സോണിലൂടെയുള്ള നാഡീയ പ്രേഷണത്തിന് സമാനമാണ്. ഇലക്ട്രിക്കൽ സിനാപ്സിൻ്റെ നാലാമത്തെ പ്രത്യേകത നോക്കാം. ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് അക്രോസ് ആൻ ഇലക്ട്രിക്കൽ സിനാപ്സ് ഈസ് ഓൾവേസ് ഫാസ്റ്റർ ദാൻ ദാറ്റ് അക്രോസ് എ കെമിക്കൽ സിനാപ്സ്. വൈദ്യുത സിനാപ്സുകളിലൂടെയുള്ള നാഡീയ പ്രേഷണം രാസീയ സിനാപ്സുകളിലൂടെയുള്ളതിനേക്കാൾ വളരെ വേഗത്തിൽ നടക്കുന്നു. ഇനി കെമിക്കൽ സിനാപ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, അറ്റ് എ കെമിക്കൽ സിനാപ്സ് the membranes of presynaptic neuron and postsynaptic neuron are separated by a synaptic cleft. അതായത് ഒരു രാസീയ സിനാപ്സിൽ സിനാപ്റ്റിക പൂർവ്വ സിനാപ്റ്റിക അനന്തര നാഡീകോശങ്ങളുടെ സ്തരങ്ങൾ ദ്രാവകം നിറഞ്ഞ സിനാപ്റ്റിക ക്ലെഫ്റ്റ് എന്ന വിടവിനാൽ വേർപെട്ടിരിക്കുന്നു. സെക്കൻഡ് പോയിന്റ്, the presynaptic nerve terminals form synaptic knob. സിനാപ്സിന് തൊട്ട് മുൻപുള്ള പ്രീസിനാപ്റ്റിക് ന്യൂറോണിൻ്റെ അറ്റം അല്ലെങ്കിൽ അഗ്രഭാഗം സിനാപ്റ്റിക് നോബായി മാറിയിരിക്കുന്നു. തേർഡ് പോയിന്റ്, ദ ആക്സോൺ ടെർമിനൽസ് ഓർ സിനാപ്റ്റിക് നോബ് കണ്ടെയ്ൻസ് വെസിക്കിൾസ് ഫിൽഡ് വിത്ത് ന്യൂറോട്രാൻസ്മിറ്റേഴ്സ്. ന്യൂറോട്രാൻസ്മിറ്റേഴ്സ് കെമിക്കൽ സിനാപ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ആക്സോണുകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന അറകളിൽ അല്ലെങ്കിൽ സിനാപ്റ്റിക് വെസിക്കിളിൽ നാഡീയ പ്രേഷകങ്ങൾ നിറഞ്ഞിരിക്കുന്നു. കെമിക്കൽ സിനാപ്സിൻ്റെ നാലാമത്തെ വ്യത്യാസം നോക്കാം. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അഡ്രീനാലിൻ ആൻഡ് അസറ്റൈൽകോളിൻ ആർ സബ്സ്റ്റൻസസ് റെസ്പോൺസിബിൾ ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസസ് അക്രോസ് ദ സിനാപ്സ്. ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസസ് ആക്സോണിൻ്റെ അഗ്രഭാഗത്തെത്തുമ്പോൾ സിനാപ്റ്റിക അറകൾ അല്ലെങ്കിൽ വെസിക്കിൾസ് സ്തരത്തിനടുത്തേക്ക് നീങ്ങുകയും പ്ലാസ്മ സ്തരത്തോട് കൂടിച്ചേരുകയും സിനാപ്റ്റിക് വിടവിലേക്ക് നാഡീയ പ്രേഷകങ്ങളെ സ്രവിപ്പിക്കുകയും ചെയ്യുന്നു. നാഡീയ പ്രേഷകങ്ങളായി പ്രവർത്തിക്കുന്നത് അഡ്രീനാലിനും അല്ലെങ്കിൽ അസറ്റൈൽകോളിനുമായിരിക്കും. ഇങ്ങനെ സ്രവിപ്പിക്കപ്പെട്ട നാഡീയ പ്രേഷകങ്ങൾ സിനാപ്റ്റിക അനന്തര നാഡീകോശ സ്തരത്തിലുള്ള പ്രത്യേക റെസപ്റ്റേഴ്സുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. ഈ ബന്ധനത്തിൻ്റെ ഫലമായി സിനാപ്റ്റികാനന്തര നാഡീകോശത്തിൽ പുതിയ പ്രവർത്തനശേഷി ഉണ്ടാക്കുന്നു. Question number 28. Flow chart showing impulse transmission through chemical synapses given below. Complete it. Look at the flow chart. Total 6 statements are there. A, B, C, D we have to fill. Let us see the answer. A. Axon terminal. B. Stimulates movement of synaptic vesicle towards presynaptic membrane. Next,
fusion of synaptic vesicles with plasma membrane. C. Release of neurotransmitters in the synaptic cleft and rupturing of synaptic vesicles. Next, released neurotransmitters bind to receptor on postsynaptic membrane. D. Opening of ion channels, allow entry of ions and stimulation of dendrites or postsynaptic membrane. ഇത് കൃത്യമായി പഠിച്ചു വെച്ചാൽ സിനാപ്സിൻ്റെ ഏത് ഫ്ലോ ചാർട്ടും കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്, ഏത് ക്വസ്റ്റ്യൻ ആൻസറും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഫോക്കസ് ഏരിയ നെക്സ്റ്റ് ടോപ്പിക് forebrain, corpus callosum, hypothalamus and its functions. Question number 29. Name the parts of brain. There are 3 parts of brain: forebrain, midbrain and hindbrain. Question number 30. What are the 3 parts of forebrain? Cerebrum, thalamus and hypothalamus. Question number 31. What is corpus callosum? The right and left cerebral hemispheres are connected by a tract of nerve fibers called corpus callosum. വലത്തെയും ഇടത്തെയും സെറിബ്രൽ അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കോർപ്പസ് കലോസം എന്ന നാഡീയ കലകൾ കാണപ്പെടുന്നു. Question number 32. Where can we see hypothalamus? Hypothalamus is the part of forebrain which lies at the base of the thalamus. ഹൈപ്പോതലാമസ് thalamusന് ചുവട്ടിലായി കാണപ്പെടുന്നു. Question number 33. What are the functions of hypothalamus? First one, hypothalamus contains a number of nerve centers which control body temperature, urge for eating and drinking, that is hunger and thirst. ശരീര താപനില, വിശപ്പ്, ദാഹം തുടങ്ങിയവ നിയന്ത്രിക്കുന്ന ധാരാളം കേന്ദ്രങ്ങൾ ഹൈപ്പോതലാമസിൽ സ്ഥിതി ചെയ്യുന്നു. Second function, hypothalamus contains several groups of neurosecretory cells which secrete hormones called hypothalamic hormones. ഹോർമോണുകൾ സ്രവിക്കുന്ന നാഡീയ ശ്രവണകോശങ്ങളും ഹൈപ്പോതലാമസിൽ കാണപ്പെടുന്നു. Third function, hypothalamus along with the limbic lobe involved in regulation of sexual behavior, expression of emotional reactions, excitement, pleasure, rage, fear, etc. and motivation. ഹൈപ്പോതലാമസിനോടൊപ്പം ലിംബിക വ്യവസ്ഥയും ലൈംഗിക പെരുമാറ്റം, വൈകാരിക പ്രകടനങ്ങൾ അതായത് ഉത്കണ്ഠ, സന്തോഷം, രോഷം, ഭയം, പ്രചോദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കാൻ സഹായിക്കുന്നു. Fourth function, the swollen lower lip of limbic lobe called hippocampus deals with signals of smell and memory. ലിംബിക വ്യവസ്ഥയുടെ ഹിപ്പോക്യാമ്പസ് എന്ന് പറയുന്ന ഭാഗം സ്മെൽ സിഗ്നൽസ് തിരിച്ചറിയുന്നതിനും ഓർമ്മശക്തിക്കും സഹായിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക് മിഡ് ബ്രെയിനിലെ കോർപ്പോറ ക്വാഡ്രിജെമിന എന്നതാണ്. Question number 34. What is Corpora quadrigemina? 4 lobes of round masses or swellings of neural tissue found on the dorsal region of the midbrain are called Corpora quadrigemina. മധ്യ മസ്തിഷ്കത്തിൻ്റെ പുറം ഭാഗത്ത് ഗോളാകൃതിയിലുള്ള 4 ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഇവ കോർപ്പോറ ക്വാഡ്രിജെമിന എന്നറിയപ്പെടുന്നു. അടുത്തത് ഹൈൻഡ് ബ്രെയിൻ എന്ന ടോപ്പിക്കാണ്. Question number 35. The posterior part of brain is called dash hind brain. ഹൈൻഡ് ബ്രെയിനിനെ പിൻ മസ്തിഷ്കം എന്ന് പറയുന്നു. Question number 36. Mention 3 regions of hind brain: pons varoli, cerebellum and medulla oblongata. Question number 37. What is the function of pons varoli? Pons varoli consists of fiber tracts that interconnect different regions of the brain. മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകോശങ്ങൾ ചേർന്നതാണ് പോൺസ്. What is the function of cerebellum? Cerebellum has very convoluted surface in order to provide the additional space for many more neurons. സെറിബെല്ലത്തിൻ്റെ ഉപരിതലത്തിലും ധാരാളം ചുളിവുകളുണ്ട്, കൂടുതൽ ന്യൂറോണുകളെ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയാണിത്. Question number 39. Mention the function of medulla oblongata. Medulla oblongata connects brain to the spinal cord. It contains centers which control respiration, cardiovascular reflexes and gastric secretions. ശ്വസനം, ഹൃദയത്തിൽ നിന്നുള്ള റിഫ്ലക്സുകൾ, ആമാശയരസങ്ങളുടെ സ്രവണം എന്നിവ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങൾ മെഡുലയിൽ സ്ഥിതി ചെയ്യുന്നു.
Next topic in the focus area is reflex action and reflex arc. Question number 40. Identify the picture. The picture is the diagram of reflex action. Question number 41. You may have an experience of sudden withdrawal of body parts when you come in contact with objects that are extremely cold. This response occurs involuntarily without conscious efforts. Question A. Name the process behind this. Answer is reflex action. B. Construct a flowchart showing the pathway of impulses during this process. Now look at the answer. A. Reflex action. B. Flowchart. 1. Specific receptor organ. 2. Afferent neuron. 3. Interneuron. 4. Efferent neuron. 5. Effector organ. സംവേദ അവയവം, സംവേദഗ്രാഹി, ആഗമന നാഡി, അന്തർനാഡി, നിർഗമന നാഡി, പ്രേരക അവയവം. Question number 42. Identify the picture. Look at this picture. The answer is reflex arc. Diagram showing reflex arc. So രണ്ട് പടങ്ങളും വ്യത്യസ്തമാണ്. റിഫ്ലെക്സ് ആക്ഷൻ്റെയും റിഫ്ലെക്സ് ആർക്കിൻ്റെയും രണ്ടിൻ്റെയും വ്യത്യാസം നോക്കി വയ്ക്കുക. ലേബലിംഗ് അടക്കം. Question number 43. Write flowchart showing reflex arc. First step, receptor sensory organ receives the stimulus. Second one, afferent or sensory neuron conduct the impulses to the central nervous system CNS through the dorsal nerve root. Sense organs സ്റ്റിമുലസിനെ സ്വീകരിക്കുന്നു. അതിനുശേഷം സെൻസറി ന്യൂറോൺ വഴി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഡോഴ്സൽ നെർവ് റൂട്ടിലൂടെ എത്തിക്കുന്നു. തേർഡ് സ്റ്റെപ്പ്, ഇന്റർന്യൂറോൺ ഓഫ് CNS ട്രാൻസ്മിറ്റ് ദ ഇമ്പൾസ് ഫ്രം അഫറന്റ് ന്യൂറോൺസ് ടു ഇഫറന്റ് ന്യൂറോൺസ്. ഫോർത്ത് സ്റ്റെപ്പ്, efferent neuron or motor neuron conducts impulses from central nervous system to the effector organs. Fifth one, effector organ, that may be muscle or gland, which receives the impulses from the motor neuron and immediately responds. റിഫ്ലക്സിൻ്റെ സഞ്ചാരപാതയിൽ ഒരു ആഗമന നാഡി, അതായത് സംവേദ അവയവം, ഒരു നിർഗമന നാഡി, ബന്ധപ്പെട്ട പേശി എന്നിവയുടെ ശ്രേണി ഉൾപ്പെട്ടിരിക്കുന്നു. ആഗമന നാഡി സംവേദഗ്രാഹികളിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുകയും ആവേഗത്തെ ഇമ്പൾസസിനെ പുരോനാഡി മൂലത്തിലൂടെ, അതായത് ഡോഴ്സൽ നെർവ് റൂട്ടിലൂടെ കേന്ദ്ര നാഡി വ്യവസ്ഥയിൽ സുഷുപ്ന വരെ, സ്പൈനൽ കോഡ് വരെ എത്തിക്കുകയും ചെയ്യും. നിർഗമന നാഡി സന്ദേശങ്ങളെ CNS അല്ലെങ്കിൽ കേന്ദ്ര നാഡി വ്യവസ്ഥയിൽ നിന്ന് പ്രേരക അവയവത്തിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഉദ്ദീപനവും പ്രതികരണവും ചേർന്ന് റിഫ്ലക്സ് ആർക്ക് രൂപപ്പെടുന്നു. Question 44. Give example for reflex action. Knee jerk reflex or കാൽമുട്ട് മടങ്ങൽ reflex. Next focus area, parts of human eye. Question 45. Identify the diagram. The diagram showing parts of an eye is given here. ഈ ഡയഗ്രത്തിലെ എല്ലാ ലേബലിങ്ങും നോക്കി പഠിച്ച് ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ ലേബൽ ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും കഴിയണം. Question number 46. What are the parts of an eye? The fluid-filled eyeball has a wall formed of 3 layers, sclera, choroid and retina. Sclera is the external layer composed of dense connective tissue. കണ്ണിൻ്റെ ഭിത്തി 3 പാളികൾ കൊണ്ട് നിർമ്മിതമാണ്. ഏറ്റവും പുറമേയുള്ള യോജക കലകളാൽ നിർമ്മിതമായ പാളി ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ എന്നറിയപ്പെടുന്നു. Choroid is the middle layer which contains many blood vessels and looks bluish in color. Anterior thick portion of the choroid is called ciliary body. രക്തപടലം അല്ലെങ്കിൽ കോറോയിഡ് എന്ന മധ്യപാളിയിൽ ധാരാളം രക്തക്കുഴലുകളുണ്ട്. ഇത് നീല നിറത്തിൽ കാണപ്പെടുന്നു. നേത്രഗോളത്തിൻ്റെ 2/3 ഭാഗവും രക്തപടലം കനം കുറഞ്ഞതും മുൻഭാഗത്ത് കനം കൂടിയ സീലിയറി ബോഡിയായും കാണപ്പെടുന്നു. The ciliary body continues forward to form pigmented and opaque structure called iris. Ciliary body മുൻഭാഗത്തേക്ക് നിറമുള്ളതും അതാര്യമായതുമായ ഐറിസായി രൂപപ്പെട്ടിരിക്കുന്നു. The eyeball contains transparent crystalline lens held in place by ligaments attached to ciliary body. നേത്രഗോളത്തിൽ സുതാര്യമായ ലെൻസ് കാണപ്പെടുന്നു. സീലിയറി ബോഡിയുമായി ബന്ധിച്ചിരിക്കുന്ന
സ്നായുക്കൾ ലിഗമെൻറ്റ്സ് ലെൻസിനെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നു. ഐറിസ് ഹാസ് എ സെൻട്രൽ ഓപ്പണിംഗ് കോൾഡ് പ്യൂപ്പിൾ. ലെൻസിന് മുന്നിൽ ഐറിസിൻ്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന സുഷിരമാണ് പ്യൂപ്പിൾ. പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നത് ഐറിസിലെ പേശികളാണ്. The lens and its ligaments divide the eye cavity into two chambers, aqueous chamber and vitreous chamber. ലെൻസിനും കോർണിയയ്ക്കും ഇടയുള്ള സ്ഥലത്തെ അക്വസ് അറ അല്ലെങ്കിൽ അക്വസ് ചേംബർ എന്നും അതിൽ നിറഞ്ഞിരിക്കുന്ന ജലസദൃശമായ ദ്രാവകത്തെ അക്വസ് ഹ്യൂമർ എന്നും പറയുന്നു. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള സ്ഥലത്തെ വിട്രിയസ് അറ അല്ലെങ്കിൽ വിട്രിയസ് ചേംബർ എന്നും അതിൽ നിറഞ്ഞിരിക്കുന്ന സുതാര്യമായ ജെല്ലി പോലുള്ള ദ്രവത്തെ വിട്രിയസ് ഹ്യൂമർ എന്നും പറയുന്നു. The innermost pigmented photosensitive layer of eye that contains photoreceptors is called the retina. കണ്ണിലെ ആന്തരപാളിയാണ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന എന്നറിയപ്പെടുന്നു. Retina contains 3 layers of cells: inner ganglion cells, middle bipolar cells and outer photoreceptor cells. റെറ്റിനയിൽ ഗാംഗ്ലിയോൺ കോശങ്ങൾ, ബൈപോളാർ കോശങ്ങൾ, പ്രകാശഗ്രാഹി കോശങ്ങൾ എന്നീ 3 പാളി നാഡീകോശങ്ങൾ കാണപ്പെടുന്നു. ഈ പാളികോശങ്ങൾ യഥാക്രമം അകത്തുനിന്ന് പുറത്തേക്ക് ദൃഷ്ടിപടലത്തിൽ അല്ലെങ്കിൽ റെറ്റിനയിൽ ക്രമീകരിച്ചിരിക്കുന്നു. There are 2 photoreceptor cells, rods and cones. പ്രകാശഗ്രാഹി കോശങ്ങൾ 2 തരത്തിലുണ്ട്, റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. The region of retina from where the optic nerve originates does not contain any rods and cones. There is no vision in this area. It is called the blind spot. നേത്രഗോളത്തിൻ്റെ പിൻഭാഗത്തു നിന്ന് നേത്രനാഡികൾ പുറപ്പെടുകയും രക്തക്കുഴലുകൾ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ ഭാഗത്ത് പ്രകാശഗ്രാഹി കോശങ്ങൾ തീരെയില്ലാത്തതിനാൽ ഇതിനെ അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നു. Lateral to the blind spot, there is a tiny yellow area in the retina which contain only cones. This region is called yellow spot or macula lutea. Macula lutea has a shallow depression in the center called fovea centralis. Here cones are densely packed and has high resolution with the most distinct vision. നേത്രഗോളത്തിൻ്റെ പിൻഭാഗത്ത് അന്ധബിന്ദുവിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മഞ്ഞ നിറത്തിലുള്ള ബിന്ദുവാണ് മാക്കുല ലൂട്ടിയ. ഇതിൻ്റെ മധ്യത്തിലായി കാണുന്ന കുഴിയെ ഫോവിയ എന്ന് പറയുന്നു. ഇവിടെ കോൺ കോശങ്ങൾ തിങ്ങി ഞെരുങ്ങി സ്ഥിതി ചെയ്യുന്നു. പീതബിന്ദുവിൽ സൂക്ഷ്മവും തെളിമയുള്ളതുമായ കാഴ്ച സാധ്യമാകുന്നു. പീതബിന്ദു അല്ലെങ്കിൽ മാക്കുല ലൂട്ടിയ ഓർ യെല്ലോ സ്പോട്ട്. നെക്സ്റ്റ് ഫോക്കസ് ഏരിയ ഇയർ. Question number 47. Look at the picture. What are the 3 parts of ear? Outer ear, middle ear, inner ear. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. Explain the structure of external ear. Outer ear has 2 regions, pinna and auditory meatus. Pinna or earlobe, funnel-shaped skin, covered flap, supported by elastic cartilage. It helps to receive sound vibrations. പിന്ന എന്ന് പറഞ്ഞാൽ ചെവിക്കുട, എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റസ് എന്ന് പറഞ്ഞാൽ കർണനാളം. ഇവ രണ്ടും ചേർന്നതാണ് ബാഹ്യകർണം. ചെവിക്കുട വായുവിലെ ശബ്ദതരംഗങ്ങളെ ശേഖരിച്ച് കർണനാളത്തിലേക്ക് കടത്തിവിടുന്നു. Second part of external ear is external auditory meatus or external auditory canal. Pinna leads to external auditory canal. It ends in tympanic membrane or eardrum. There are very fine hairs and wax-secreting sebaceous glands in the skin of pinna and the meatus. കർണനാളം എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റസ് എന്ന് പറയുന്നത് കർണപടം വരെ നീളുന്ന കുഴലാണ്. അതായത് ടിംപാനിക് മെംബ്രെയിൻ വരെ നീളുന്ന കുഴലാണ്. നേർത്ത രോമങ്ങളും മെഴുകു സ്രവിക്കുന്ന ഗ്രന്ഥികളും ചെവിക്കുടയുടെ തൊലിപ്പുറത്തും കർണനാളത്തിലും കാണപ്പെടുന്നു. കർണപടത്തിൻ്റെ ബാഹ്യഭാഗത്ത് ത്വക്കുകൊണ്ട് പൊതിഞ്ഞ യോജകകലയും ആന്തരഭാഗത്ത് ശ്ലേഷ്മസ്തരവുമാണുള്ളത്. Explain the structure of middle ear. Middle ear consists of irregular space called tympanic cavity. Tympanic cavity communicates with the pharynx by a passage called eustachian tube. Eustachian tube helps in equalizing the pressure on either sides of the eardrum. യൂസ്റ്റേഷ്യൻ നാളി മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നു. കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കുന്നതിന് യൂസ്റ്റേഷ്യൻ നാളി സഹായിക്കുന്നു.
Middle ear consists of 3 bony ear ossicles. 1. Malleus. It is hammer-shaped attached to the tympanic membrane. 2. Ingus. Anvil-shaped. 3. Stapes. Stirrup-shaped attached to the oval window of cochlea. Ear ossicles increase the efficiency of transmission of sound waves to the inner ear. മധ്യകർണത്തിൽ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്നീ 3 അസ്ഥികൾ കാണപ്പെടുന്നു. ഇവ ഒന്ന് മറ്റൊന്നിനോട് ചങ്ങല പോലെ ബന്ധിപ്പിച്ചിരിക്കുന്നു. മാലിയസ് കർണപടത്തോട് ചേർന്നിരിക്കുന്നു. സ്റ്റേപ്പീസ് കോക്ലിയയിലെ ഓവൽ വിൻഡോയോട് ചേർന്നിരിക്കുന്നു. കർണാസ്ഥികൾ ആന്തരകർണത്തിലേക്കുള്ള ശബ്ദതരംഗങ്ങളുടെ പ്രേഷണക്ഷമത വർദ്ധിപ്പിക്കുന്നു. The inner wall of tympanic cavity is formed of bones. It possesses 2 openings that helps to communicate with the inner ear. The upper opening or aperture is called oval window or fenestra ovalis. The lower opening is called round window or fenestra rotunda. Tympanic cavityയുടെ ഇന്നർ വോള് ബോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 ഓപ്പണിങ്സ് വഴി അത് ഇന്നർ ഇയറുമായി കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പർ ഓപ്പണിംഗ് ഈസ് കോൾഡ് ഓവൽ വിൻഡോ. ലോവർ ഓപ്പണിംഗ് ഈസ് കോൾഡ് റൗണ്ട് വിൻഡോ. Explain the structure of inner ear. Fluid-filled inner ear is called labyrinth. It consists of 2 parts, bony labyrinth and membranous labyrinth. ദ്രവം നിറഞ്ഞിരിക്കുന്ന ആന്തരകർണത്തെ ലാബ്രിന്ത് എന്ന് പറയുന്നു. ഇതിന് അസ്ഥി അറ ബോണി ലാബ്രിന്ത്, സ്തര അറ മെംബ്രേനസ് ലാബ്രിന്ത് എന്നീ 2 ഭാഗങ്ങളുണ്ട്. Look at the sectional view of cochlea. ബോണി ലാബ്രിന്തിൻ്റെ ഘടന നോക്കാം. Bony labyrinth is composed of series of channels. The space between bony labyrinth and membranous labyrinth is filled with a fluid called perilymph. ഓർത്ത് വയ്ക്കുക, the membranous labyrinth is filled with a fluid called endolymph. ബോണി ലാബ്രിന്ത് അല്ലെങ്കിൽ അസ്ഥി അറയുടെയും മെംബ്രേനസ് ലാബ്രിന്ത് സ്തര അറയുടെയും ഇടയിൽ കാണുന്ന ദ്രാവകത്തെ പെരിലിംഫ് എന്ന് പറയുന്നു. എന്നാൽ സ്തര അറയ്ക്കുള്ളിൽ കാണപ്പെടുന്ന ദ്രാവകത്തെ എൻഡോലിംഫ് എന്ന് പറയുന്നു. ഇനി ബോണി ലാബ്രിന്തിൻ്റെ ഭാഗങ്ങൾ നോക്കാം. ദർ ആർ 3 പാർട്സ്. ആദ്യത്തേത് 3 ബോണി സെമി സർക്കുലർ കനാൽസ് ഉണ്ട്. രണ്ടാമത്തെ ഭാഗം വെസ്റ്റിബ്യൂൾ, മൂന്നാമത്തെ ഭാഗം കോക്ലിയ. ബോണി സെമി സർക്കുലർ കനാൽസിൻ്റെ ബേസ് സ്വള്ളം ചെയ്തിരിക്കുന്നു. അതിനെ ആംബുല എന്ന് പറയുന്നു. ആംബുല കണ്ടെയ്ൻസ് പ്രൊജക്റ്റിംഗ് റിഡ്ജ് കോൾഡ് ക്രിസ്റ്റ ആംബുലാരിസ് which has hair cells. Vestibule is an irregular shaped cavity. Cochlea is a long tube coiled like shell of a snail. ഇനി നമുക്ക് മെംബ്രേനസ് ലാബ്രിന്തിൻ്റെ ഘടന നോക്കാം. 3 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ മെംബ്രേനസ് സെമി സർക്കുലർ കനാൽസ്. സെക്കൻഡ് വൺ യൂട്രിക്കിൾ ആൻഡ് സാക്യൂൾ ഇൻസൈഡ് ദ വെസ്റ്റിബ്യൂൾ. Utricle and saccule contain a projecting ridge called macula. The crista and macula are the specific receptors of vestibular apparatus responsible for maintenance of balance of the body and posture. ഈ പ്രത്യേക ഫംഗ്ഷൻ ഓർത്തു വയ്ക്കുക. മെംബ്രേനസ് ലാബ്രിന്തിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് മെംബ്രേനസ് കോക്ലിയ. The coiled portion of the labyrinth is called cochlea. The 2 membranes of cochlea are resinous membrane and basilar membrane. സ്പെല്ലിംഗ് പ്രത്യേകം ശ്രദ്ധിക്കുക. These membranes divide bony labyrinth into an upper scala vestibuli and lower scala tympani. ഈ വാക്കുകൾ പല പ്രാവശ്യം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അടുത്തത് the space within cochlea called scala media is filled with endolymph. കോക്ലിയയ്ക്ക് അകത്തുള്ള സ്പേസിനെ പറയുന്ന പേരാണ് സ്കാല മീഡിയ. അത് എൻഡോലിംഫ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. At the base of the cochlea, the scala vestibuli ends at the oval window. കോക്ലിയയുടെ ബേസിനെ പറയുന്ന ഭാഗം സ്കാല വെസ്റ്റിബ്യൂളി, അത് അവസാനിക്കുന്നത് അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നത് ഓവൽ വിൻഡോയിലാണ്. സ്കാല ടിംപാനി ടെർമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവസാനിക്കുന്നത് റൗണ്ട് വിൻഡോയിലാണ്. അത് മിഡിൽ ഇയറിലേക്ക് തുറന്നിരിക്കുന്നു. കോക്ലിയയുടെ ചിത്രം വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കുക. അതിനകത്തെ അറകളും അതിൻ്റെ സ്ഥലങ്ങളും എന്തൊക്കെയാണെന്ന് പേര് പഠിച്ച് അതിൻ്റെ ധർമ്മവും പഠിച്ചു കഴിഞ്ഞാൽ ഇന്നർ ഇയറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു. Question number 52. Name the structure located on the basilar membrane of cochlea. Answer is organ of Corti. Question number 53. What is the function of organ of Corti? Organ of Corti contains hair cells that act as auditory receptors. പ്രത്യേകം ശ്രദ്ധിക്കുക,
ഓർഗൻ ഓഫ് കോട്ടയിലാണ് ഹെയർ സെൽസ് ധാരാളമായിട്ടുള്ളത്. അവിടെയാണ് സൗണ്ട് വേവ്സ് റിസീവ് ചെയ്യുന്നത്. Question number 54. Name the elastic membrane above the rows of hair cells in organ of Corti. Tectorial membrane. Question number 55. What is vestibular apparatus? Vestibular apparatus is composed of otolith organs and 3 semicircular canals. Question number 56. What is otolith organ? Otolith organ is made up of a lower, narrower saccule to which cochlea is attached and upper, broader utricle to which 3 semicircular canals are connected. ഇനി കേൾവിയുടെ രസതന്ത്രം നോക്കാം. ബാഹ്യകർണം ശബ്ദതരംഗങ്ങളെ സ്വീകരിച്ച് കർണപടത്തിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ കർണപടം കമ്പനം ചെയ്യുന്നു. ഈ കമ്പനങ്ങൾ കർണാസ്ഥികൾ അതായത് മാലിയസ് ഇൻഗസ് ടേപ്പിസ് വഴി ഓവൽ വിൻഡോയിൽ എത്തുന്നു. ഓവൽ വിൻഡോയിൽ നിന്ന് കമ്പനങ്ങൾ കോക്ലിയയിലെ ദ്രാവകത്തിലെത്തി എൻഡോലിംഫിൽ തരംഗങ്ങൾ ഉണ്ടാക്കുന്നു. ഈ തരംഗങ്ങൾ ബേസിലാർ സ്തരത്തിൽ ഓളങ്ങൾ ഉണ്ടാക്കുന്നു. ബേസിലാർ സ്തരത്തിലെ ഈ ചലനങ്ങൾ മൂലം രോമകോശങ്ങൾ വളഞ്ഞ് ടെക്ടോറിയൽ സ്തരത്തെ അമർത്തുന്നു. തൽഫലമായി ബന്ധപ്പെട്ട ആഗമന നാഡികളിൽ നാഡീയ ആവേഗങ്ങൾ രൂപപ്പെടുന്നു. ഈ ആവേഗങ്ങളെ ആഗമന തന്തുക്കൾ കർണനാഡി വഴി മസ്തിഷ്കത്തിൻ്റെ കേൾവിയുടെ കേന്ദ്രത്തിൽ എത്തിക്കുന്നു. അവിടെ വെച്ച് ഈ ആവേഗങ്ങൾ വിശകലനം ചെയ്യപ്പെടുകയും കേൾവി സാധ്യമാവുകയും ചെയ്യുന്നു. എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.